ഗ്രാമത്തിന്റെ അറ്റത്തുള്ള പഴയ തോപ്പിലെ വീടിനെക്കുറിച്ച് എല്ലാവരും പേടിയോടെയാണ് സംസാരിച്ചിരുന്നത്. രാത്രിയിലാകുമ്പോൾ ജനൽപ്പാളികളിലൂടെ ആരോ നോക്കുന്നതുപോലെ കണ്ണുകൾ തെളിയും. കാറ്റ് വീശാത്തിടത്തും വാതിലുകൾ അടഞ്ഞു തുറക്കും. ഒരിക്കൽ ഗ്രാമത്തിലെ ധൈര്യശാലിയായ അജയ് അവിടെ രാത്രി കഴിക്കാമെന്ന് വെല്ലുവിളിച്ചു. 11:30 മണിക്ക് വിളക്ക് കത്തിച്ച് പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ പുറകിൽ നിന്നും ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ മേശപ്പുറത്തെ വിളക്ക് പെട്ടെന്നണഞ്ഞു. ഇരുട്ടിൽ കാൽപ്പാടുകളുടെ ചുവടുകൾ അടുത്തുവരുന്നതായി കേട്ടപ്പോൾ അവന്റെ ശരീരം വിറച്ചുപോയി. ശീതളമായ ഒരു കൈ അവന്റെ കഴുത്തിൽ തൊട്ടതും അയാൾ അലറി വിളിച്ചതും തമ്മിൽ ഒത്തുചേർന്നു. ജനാലയ്ക്ക് പുറത്തുകൂടി ഭീകരമായൊരു മുഖം തെളിഞ്ഞു. കണ്ണുകൾ കനലുപോലെ ചുവന്നിരുന്നു. അജയ് ഒട്ടി വാതിലിലേക്ക് പോയെങ്കിലും വാതിൽ തുറക്കാൻ കഴിയാതെ പൂട്ടിനിന്നു. മതിലുകൾ മുഴുവൻ ആരോ കരഞ്ഞു വിളിക്കുന്ന ശബ്ദത്തോടെ വിറയ്ക്കുമ്പോൾ നിലം പിളർന്നു പൊട്ടിത്തെറിച്ചു. പൊട്ടിയ നിലത്തിനുള്ളിൽ നിന്ന് കരിമ്പട്ട് പോലെ ആയിരക്കണക്കിന് കൈകൾ പുറത്തെത്തി അവനെ പിടിച്ചു വലിച്ചു. നീ ഇനി ജീവിച്ചവരുടെ ലോകത്തില്ല എന്നൊരു അമിത കരച്ചിൽ അവന്റെ ചെവിയിൽ മുഴങ്ങി. അവൻ നിലവിളിച്ചുകൊണ്ട് മണ്ണിനുള്ളിലേക്ക് മുങ്ങിപ്പോയി. പുലർച്ചെ ഗ്രാമക്കാർ വീട്ടിലേക്ക് ചെന്നപ്പോൾ മുറിയുടെ നടുവിൽ ഒരു കുഴിയും അതിന്റെ അരികിൽ രക്തത്തിൽ എഴുതിയിരുന്ന ഒരു വരിയും മാത്രം കണ്ടു. അവൻ നമ്മോടൊപ്പം ചേർന്നു.